മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തി. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 4,43,000 വീട് വിവിധ ഭവന നിർമ്മാണ പദ്ധതികളിലായി വെച്ചു എന്നുള്ള എന്റെ അവകാശവാദം യമണ്ടൻ നുണയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 4,000 വീടേ ആകെ വെച്ചിട്ടുള്ളൂ അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. ഞാൻ പറഞ്ഞത് ലൈഫ് പദ്ധതി വരുന്നതിന് മുമ്പ് വിവിധ പദ്ധതികളിലായിട്ടാണ് ഭവന നിർമ്മാണ പദ്ധതികൾ നടന്നിരുന്നത്. ഒന്ന് പട്ടികജാതിക്കാരുടെ ഭവന നിർമ്മാണ പദ്ധതി, പട്ടികവർഗക്കാരുടെ പദ്ധതി, മത്സ്യത്തൊഴിലാളികളുടെ, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി, സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി, ലോക്കൽ ഗവൺമെന്റുകളുടെ പദ്ധതി, ഇത്രയും പദ്ധതികളാണ് എന്നുണ്ടായിരുന്നത്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് ലൈഫ് എന്ന് പേരിട്ടത്. ഞാൻ എന്തുകൊണ്ടാണ് 4,43,000 വീട് ഉമ്മൻചാണ്ടിയുടെ കാലത്തുനിന്ന് വെച്ചതെന്ന് പറയാൻ കാര്യം, ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഈ പിണറായി സർക്കാരിലെ മന്ത്രിമാർ നൽകിയ മറുപടി എന്റെ കയ്യിലുണ്ട്. അപ്പൊ അവസാനം നമുക്ക് നോക്കാം ആരാണ് യമണ്ടൻ നുണ പറഞ്ഞത്. 4,43,000 വീട് പണിതു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ 4,000 വീട് പണിതു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണോ നുണ പറഞ്ഞത്, ഞാനാണോ നുണ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. 16/5/2017 തദ്ദേശ സ്വയംഭരണ മന്ത്രിയായ KT ജലീലിനോട് ചോദിച്ച ചോദ്യത്തിന് ചോദ്യം നമ്പർ 4003 ഉത്തരമായി 2011-12 മുതൽ 2015-16 വരെയുള്ള കാലയളവിൽ ഇന്ദിരാ ആവാസ് യോജന പദ്ധതി പ്രകാരം 2,75,038 വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് ഉത്തരം നൽകിയിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ട്, ആ ഉത്തരവുണ്ട്. 2,75,000 വീട് അപ്പൊ തന്നെയായി. ഇതുകൂടാതെ പട്ടികജാതി വികസന വകുപ്പ് മുഖേന 24,887 വീടുകളും പട്ടികവർഗ വകുപ്പ് മുഖേന 17,588 കുടുംബങ്ങൾക്കും ഭവന പദ്ധതി ആനുകൂല്യം നൽകിയെന്ന് മന്ത്രി AK ബാലൻ 30/6/2016 ചോദ്യത്തിന് ഉത്തരമായി നൽകിയിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം. ഫിഷറീസ് വകുപ്പിന്റെ ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം 40,000 പേർക്ക് വീട് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ 71,710 കുടുംബങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തുകളും 12,938 കുടുംബങ്ങൾക്ക് മുനിസിപ്പാലിറ്റികളും 12,815 കുടുംബങ്ങൾക്ക് കോർപ്പറേഷനുകളും സംസ്ഥാന സർക്കാർ നൽകുന്ന വിഹിതം ഉപയോഗിച്ച് വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യത്തിന് ഉത്തരമായി ലഭിച്ച മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ വിവിധ പദ്ധതികളിലായി 4,000-ഓളം വീടുകളും നൽകിയിട്ടുണ്ട്. ഈ കണക്കുകൾ ഞാൻ പറഞ്ഞതല്ല, LDF മന്ത്രിമാർ നിയമസഭയിൽ നൽകിയ ഉത്തരങ്ങളാണ്. ഇനി കണക്ക് കൂട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ വീടായി 4,58,976 ഇപ്പോ. കാരണം വേറെയും കുറച്ച് കണക്കുകൂടി കിട്ടി ഞാൻ പറഞ്ഞതിന് ശേഷം. മനസ്സിലായില്ലേ? ഇതാണ് ഇന്ദിരാ ആവാസ് യോജന മന്ത്രി KT ജലീലിന്റെ നിയമസഭയിലെ ഉത്തരം. പറഞ്ഞിരിക്കുന്നത് 2011-12 മുതൽ 15-16 വരെ ഉമ്മൻചാണ്ടി ഭരിച്ചത്. ഇന്ദിരാ ആവാസ് യോജന പ്രകാരം അനുവദിച്ചത് 2,94,000 ആണെങ്കിലും ആ കാലയളവിൽ പണി തീർത്തത് 2,75,038 ആണ്. എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അനുവദിച്ച വീടുകളിൽ 74.77 ഇത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ മന്ത്രി അനുവദിച്ച അത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ. പിന്നെ വീണ്ടും ശ്രീ AK ബാലന്റെ മറുപടി, നിയമസഭയിലെ ഉത്തരം, AK ബാലന്റെ ഉത്തരം. അതിൽ അദ്ദേഹം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ എല്ലാം ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട് പണിതിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞിരിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽ ഒട്ടാകെ അനുവദിച്ച 24,900 32,559 വീടുകളാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഒരു വീടിന് കേന്ദ്ര സർക്കാരും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കണക്ക് കൃത്യമായിട്ട് എത്ര വീടുകളെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിയമസഭയിൽ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ തന്നെ. അപ്പൊ ഞാൻ 4,43,000 വീടെന്ന് പറഞ്ഞത് LDF മന്ത്രിസഭയിലെ മന്ത്രിമാർ നിയമസഭയിൽ തെറ്റിദ്ധരിപ്പിച്ച് ഉത്തരം പറയുക ഉമ്മൻചാണ്ടിയുടെ കാലത്തെ വീടിനെ പറ്റിയിട്ട്. അപ്പൊ ആരാണ് യമണ്ടൻ നുണ പറഞ്ഞത്? യമണ്ടൻ നുണ പറഞ്ഞത്? മുഖ്യമന്ത്രിയാണ് നുണ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നുണ തന്നെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അത്ര പറയില്ലായിരുന്നു മുഖ്യമന്ത്രി, ഇപ്പൊ നുണ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജമായത്ത് ഇസ്ലാമിയുടെ കാര്യം വന്നപ്പോൾ ജമായത്ത് ഇസ്ലാമിയായിട്ട് എനിക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പൊ ഞാൻ ജമായത്ത് ഇസ്ലാമിയെ അദ്ദേഹം LDFന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വീഡിയോ ക്ലിപ്പ് ഞാൻ ഹാജരാക്കി. അപ്പൊ അദ്ദേഹം സമ്മതിച്ചു. അപ്പൊ നുണ പറഞ്ഞ ആദ്യം ജമായത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ലെന്ന് നുണ പറഞ്ഞു.
ആ നുണ ഇപ്പൊ പറ്റില്ലല്ലോ. ഇപ്പൊ നിങ്ങളുള്ളതുകൊണ്ട് ക്യാമറ എനിക്ക് നുണ പറയാൻ പറ്റുക. ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഇതെടുത്ത് പറയും ഞാൻ പറഞ്ഞ നുണ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുത്ത് പറയും. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് നമുക്ക് ബന്ധമുണ്ട്. ദേശാഭിമാനിയുടെ എഡിറ്റോറിയലുണ്ട് എങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട്. അപ്പൊ ആ നുണ പൊളിഞ്ഞു. പിന്നെ മൂന്നാമതൊരു നുണ പറഞ്ഞത് RSSുമായിട്ട് ഒരു ബന്ധമില്ല. RSSുമായിട്ട് ചില കാലങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, ചില കാലങ്ങളിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള പാർട്ടി സെക്രട്ടറി പിണറായി വിജയന്റെ വീഡിയോ ക്ലിപ്പും ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പൊ നുണ പറഞ്ഞു. RSS ബന്ധത്തിലും ജമാഅത്ത് ഇസ്ലാമി ബന്ധത്തിലും എല്ലാം മുഖ്യമന്ത്രി നുണ പറഞ്ഞു. ഇപ്പൊ ഈ കാര്യത്തിലും കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്ക് ഞാൻ യമണ്ടൻ നുണ പറഞ്ഞു എന്നാണ്. ആകെ 4000 വീഡിയോ വെച്ചുള്ളൂ. 4,43,000 എന്നുള്ളത് ഞാൻ പറഞ്ഞ യമണ്ടൻ നുണയാണ്. യമണ്ടൻ നുണ ആരാ? എന്നെ ഗീബൽസ് എന്ന് വരെ വിളിച്ചു അദ്ദേഹം. 1000 നുണ ആവർത്തിച്ച് പറഞ്ഞാൽ സത്യമായി മാറും എന്ന് പറഞ്ഞ ഗീബൽസിനെ വരെ എന്നെ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി ഗീബൽസ് എന്ന് വരെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തെ ഗീബൽസ് എന്നൊന്നും വിളിക്കുന്നില്ല, നല്ല പ്രായമായി. ഇവര് വന്നതിന് ശേഷം എന്ന് പറയുന്നത് ഇവര് 10 കൊല്ലം കൊണ്ടാണ് 5 ലക്ഷം വീട് വെച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ തന്നെ ഞങ്ങളുടെ കാലത്ത് ഈ കൂട്ടത്തിൽപ്പെടാതെ 50,000 വീടുകളുടെ വർക്ക് തുടങ്ങി, പൂർത്തിയായില്ല. ആ വീടും കൂടി ഇവരുടെ കൂട്ടത്തിൽ കൂട്ടി 5 ലക്ഷത്തിൽ. അപ്പൊ യഥാർത്ഥത്തിൽ ഇവര് 4.5 ലക്ഷം വീട് ഇവര് പണിതുള്ളൂ 10 കൊല്ലം കൊണ്ട്. ഞങ്ങള് ആ 4,43 ഈ 50 കൂടി കൂട്ടി ഞങ്ങൾ 5 ലക്ഷം വീട് 5 വർഷം കൊണ്ട് പണിതു. അതാണ് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞത്, പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഞങ്ങൾ 5 വർഷം കൊണ്ട് പണിത വീട് പോലും ഇവര് 10 വർഷം കൊണ്ട് പണിതില്ല. പക്ഷെ നല്ല ക്യാപ്സൂളാണ്, നല്ല തള്ളി മറിക്കുകയാണ്, ഭയങ്കര ഹോർഡിങ്സും കാര്യങ്ങളാണ് ഇത് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഒരു സത്യം പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതിനെയാണ് മുഖ്യമന്ത്രി പരിഹസിച്ചത്. അപ്പൊ ഞങ്ങളിത് നിയമസഭയിലും പറഞ്ഞു. അദ്ദേഹത്തിന് ഇത് എഴുതി കൊടുക്കുന്ന ആളുകൾക്ക് ഞങ്ങളുടെ നിയമസഭയിൽ ഞങ്ങൾ ഇത് വെച്ചുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ നടത്തിയതിന് മുമ്പ് കേരള നിയമസഭയിൽ ഒരു മന്ത്രിയും മുഖ്യമന്ത്രിയും ഒരാളും അതിനെ നിഷേധിച്ചിട്ടില്ല. കണക്ക് താങ്കൾ ചോദിച്ച കണക്ക് ഞാൻ എന്റെ അസംബ്ലിയിലെ പ്രസംഗത്തിലുണ്ട്, എന്റെ കയ്യിൽ നേരത്തെ ഉണ്ട്. ഇത് ഞങ്ങൾ മനഃപൂർവ്വം എഴുതി ചോദിച്ചാണ്, ഓരോ വകുപ്പിന്റെ എഴുതി ചോദിച്ചാണ്. മൊത്തം ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് എത്ര വീട് വെച്ചെന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ അത് വിവരം ശേഖരിച്ചു വരുന്നു എന്നുള്ള ഉത്തരവ് കിട്ടുള്ളൂ. ഈ ഉത്തരവ് കിട്ടൂല. ഞങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ഓരോ വകുപ്പിന്റെയും പ്രത്യേകം ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത് അന്ന് പറഞ്ഞത്. ഈ കണക്കുണ്ട്, ഈ കണക്ക് ആരും ചോദ്യം ചെയ്തിട്ടില്ല. 5 ലക്ഷം എന്ന് വെച്ചാൽ 4,43,000 വീട് പണി തീർത്തു, ബാക്കി 50,000 വീടിന് പണി തുടങ്ങി. അതുകൂടി ഇവർ ചേർത്തിട്ടുണ്ട്. അത് തെറ്റൊന്നുമില്ല. ഒരു ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയ കണ്ടിന്യൂവേഷൻ അല്ല ഗവൺമെന്റ്. അതൊന്നും ഞാൻ കളിയാക്കൊന്നുമില്ല. ഒരു ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയ വീട് മറ്റൊരു ഗവൺമെന്റ് വരുമ്പോൾ പൂർത്തിയാക്കിയ ഗവൺമെന്റാണ് ഞങ്ങൾ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. അത് ഞാൻ കളിയാക്കുന്നു. 10 ഡിബേറ്റ് വിളിച്ച് ഞാൻ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാണ്. മുഖ്യമന്ത്രിയുമായി തുറന്ന സംവാദത്തിന് ഞാൻ തയ്യാറ്. എല്ലാ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും എല്ലാം. ഇപ്പൊ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത്? വിഴിഞ്ഞം തുറമുഖം ശരിയാണ്, ഇപ്പോഴാണ് പൂർത്തിയായത്. പക്ഷെ വിഴിഞ്ഞം തുറമുഖം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടപ്പോൾ പിണറായി വിജയൻ എന്നുള്ള പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഇത് 6,000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണ്. ദേശാഭിമാനി തലക്കെട്ട് കൊടുത്തത് കടൽ കൊള്ളയെന്നാണ്. കടൽ കൊള്ള. അതെങ്ങനെ ഈ കടൽ കൊള്ള ഇപ്പൊ കടൽ വിപ്ലവമായി മാറി? ഇപ്പൊ പൂർത്തിയായപ്പോ കടൽ വിപ്ലവം എന്നാണ് ഹെഡിങ് കൊടുത്തത്. ഇതിപ്പോ പിണറായി വിജയന്റെ ക്രെഡിറ്റിലേക്ക് എങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖം പോയത്? പിന്നെ ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങളുടെ കാലത്ത് ഇടുന്നുണ്ട്. ഗെയിൽ പൈപ്പ് ലൈൻ ഇടുമ്പോൾ ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണ്, ഇത് ഇടാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോഴത്തെ ഈ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയാണ്. എന്നിട്ട് ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ കൊണ്ടുവന്നാണ് പറയുന്നത്. ഭയങ്കര സംഭവമാണ് ഇത്. ഞാൻ സംവാദത്തിന് തയ്യാറാണ്, എപ്പോ വേണമെങ്കിലും സംവാദത്തിന് തയ്യാറാണ്. ഏത് സമയത്തും അദ്ദേഹം പറയുന്ന സ്ഥലത്തും സമയത്തും ഞാൻ വരാൻ തയ്യാറാണ്. എല്ലാ വികസന കാര്യങ്ങളുടെയും കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾ തൊട്ട് ഈ വീടിന്റെ കാര്യം തൊട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ സംവാദത്തിന് തയ്യാറാണ്. എപ്പോഴും സംവാദത്തിന് തയ്യാറാണ്. ഇത് സഭയിൽ പറഞ്ഞിട്ടുണ്ട്, റെക്കോർഡിലുണ്ട്. സഭയിൽ ഇതൊക്കെ റെക്കോർഡിലുണ്ട്. ഇത് സഭയിൽ. അതായത് ശബരിമലയെ കുറിച്ചാണ് പറഞ്ഞത്. ശബരിമലയെ കുറിച്ച് ആദ്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയം ചോദിച്ചപ്പോൾ അനുമതി തന്നില്ല, അനുമതി നിഷേധിച്ചു. അത് കോടതിയിലിരിക്കുന്ന കേസാന്ന് പറയും. പിന്നെയാണ് ഞങ്ങൾ സമരം ചെയ്ത് സഭാ നടപടികൾ ബഹിഷ്കരിച്ച്. അത് സഭയുടെ റെക്കോർഡിലുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ അത് പറഞ്ഞത് പച്ചക്കള്ളമാണ്. സഭയിൽ ശബരിമല വിഷയമാണ് പറഞ്ഞത്, ഇതല്ല. ശബരിമലയിൽ ഇത് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ, വിഷയം സഭയിൽ ഉന്നയിച്ചിരുന്നെങ്കിൽ കൃത്യമായ മറുപടി കൊടുക്കുമായിരുന്നു. ഞങ്ങൾ ഉന്നയിച്ചില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ടീസ് കൊടുത്തപ്പോൾ ഇത് കോടതിയിലിരിക്കുന്ന വിഷയമാണ്, നിയമസഭയിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് ഗവൺമെന്റിന്റെ അഭിപ്രായമുള്ള സ്പീക്കർ പറഞ്ഞതാണ്. അതും പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നോട്ടീസ് കൊടുത്താണ്. അടിയന്തര പ്രമേയത്തിന് അനുമതി തന്നില്ല. പിന്നീട് ഞങ്ങൾ
സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഞങ്ങൾ സമരത്തിന് പോയി. CPM നിരന്തരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു നരേറ്റീവ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നേതാക്കളെല്ലാം പറയുന്നത് താങ്കൾ തുടർച്ചയായിട്ട് നുണ പറയുന്നു എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു നരേറ്റീവ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് പറയണമെന്ന് മനസ്സിലായില്ലേ? എന്നെ കുറിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഞാൻ ഗ്രഹപാഠം ചെയ്തും എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം ഞാൻ അറിയില്ല എന്ന് പറയും. ഞാൻ ഗ്രഹപാഠം ചെയ്ത് നിയമസഭയിലും പുറത്ത് സംസാരിക്കുന്ന ഒരാളാണ്, വിശ്വാസ്യതയുള്ള ഒരാളാണ് എന്നുള്ളൊരു റേറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കളയാൻ വേണ്ടിയിട്ട് മറ്റേ അവൻ നമ്മുടെ ശത്രുവാണ്, അവനെ പെണ്ണേഴ്സിപ്പെടുത്തണമെന്ന് പറഞ്ഞ് ശങ്കരാടി ചേട്ടൻ മറ്റേ സിനിമയിൽ പറഞ്ഞതുപോലെ ഇവൻ അങ്ങനെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ അതങ്ങ് കളയണം എന്ന് വിചാരിച്ചാൽ. ഇപ്പൊ നമുക്ക് നൊണേശൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേരിട്ട്, നൊണേശനാണ് കൂടുതൽ യോജിക്കുന്നത്, നൊണറായിയാണ് കൂടുതൽ യോജിക്കുന്നത് നമുക്ക് നോക്കാം. പിണറായിക്ക് നൊണറായി എന്നുള്ളൊരു പേര് ഞാനിടുക നൊണറായി എന്ന് ഞാൻ പേരിടുകയാണ്. അപ്പൊ നൊണേശനാണ് നൊണറായിയാണ് ഏറ്റവും യോജിക്കുന്നത്. ഞാൻ അദ്ദേഹം പറഞ്ഞ 5 പച്ചക്കള്ളങ്ങൾ പറഞ്ഞു, ഈ കഴിഞ്ഞ ഒരു മാസം പറഞ്ഞ 5 പച്ചക്കള്ളങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പേരൊന്നും വിളിക്കുന്നില്ല. എന്നെ 30 കാർഡാണ് 20 കാർഡും 10 വീഡിയോയുമാണ് എനിക്കെതിരെ കഴിഞ്ഞ 5 മാസമായിട്ട് എല്ലാ ദിവസവും AKG സെന്ററിൽ നിന്ന് ഇടുന്നത്. AKG സെന്ററിൽ നിന്ന് പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.